ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഇല്ലാത്തൊരു കാര്യത്തിന് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ സങ്കല്പങ്ങളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ അതിനുള്ളതായിട്ട് റിസൾട്ട് ഉണ്ടാവുക, എങ്ങനെ എനിക്കത് വന്നു ചേരും എന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ന് അവരുടെ ആ ഒരു സംശയത്തിന് ഉത്തരം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനും ബേസ് വരുന്നത് ഊർജമാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഊർജം കൊണ്ടാണ്. ഞാൻ മുന്നൊരു വീഡിയോയിലും ഇതിനെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് അതിൻ്റെ ആന്തരാർത്ഥത്തിലുള്ളതായിരിക്കുന്ന അഥവാ അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ ഒന്ന് വീക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതെല്ലാം വെറും ഊർജം മാത്രമല്ലേ. നമ്മുടെ ഈ ശരീരം തന്നെ വിചാരിച്ചോളൂ. നമ്മൾ കാണുമ്പോൾ ഈ മാംസം, ഇതിനെ കവർ ചെയ്തതായിട്ടുള്ള ഈ ഡ്രസ്സ്, ഇതെല്ലാം അതിൻ്റെ ഫൈനലായിരിക്കുന്ന അഥവാ ഫൈനസ്റ്റ് ആയിരിക്കുന്ന സ്റ്റേജ് എന്താണെന്ന് നോക്കി നോക്കിയേ. നമുക്ക് എന്താ കാണാൻ കഴിയുക? ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതേസമയം ആധ്യാത്മികമായിട്ടുള്ള ഭാഷയിൽ പറയുമ്പോൾ ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി. ഈ പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലേക്ക് ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ വെറും ലൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ലൈറ്റ്, എനർജി, 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 നത്തിങ് എൽസ്. ആ എനർജീനെ, ആ സാധനങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോരോ രൂപം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊരു സാധനം ആയിക്കോട്ടെ, ഈ ഭൂമി, മണ്ണ് സഹിതം എല്ലാം ഉണ്ടാകുന്നത് ഈ സാധനങ്ങളെ കൂടിച്ചേരൽ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ ഒറിജിനൽ ഫോമിൽ ഊർജ്ജമാണ്. സങ്കല്പം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഊർജം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഊർജം പുറപ്പെടുന്ന സമയത്ത് ആ ഊർജം മറ്റു ഊർജങ്ങളെ പോയിട്ട് തീർച്ചയായിട്ടും ഒരു പ്രഭാവം ഉണ്ടാക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, നല്ല വെളിച്ചമുള്ളതിൻ്റെ ഉള്ളിൽ ഒരു പച്ച നിറത്തിലായിട്ടുള്ള ഒരു ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ആ പച്ച ബീം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു റെഡ് ലൈറ്റ് ആണെങ്കിൽ ആ റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ എന്തുകൊണ്ട് കാണുന്നു? ലൈറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാണും പോലെ തന്നെ ഇത് തന്നെ എഫക്റ്റാണ് നടക്കുന്നത്. നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെ കാണാനാവില്ലെന്നേ ഉള്ളൂ, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കും, നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും, ഇവിടെയുള്ള ഓരോ സാധനങ്ങളിലേക്കും പ്രവഹിക്കും. അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളിലൊക്കെ ഈ ഊർജ്ജം പോയിട്ട് ഒരു പ്രകമ്പനം, ഒരു പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് മൈൻഡ് സെറ്റാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ ആധാരം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന അത് വെറുതെ വേർഡ്സ് അല്ല കേട്ടോ പറയേണ്ടത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേർഡ്സേ പറ്റുന്നുള്ളൂ, ആ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ ഫീലിങ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ്റെ നല്ല മൊമെൻറ്റ്സിനെ ഓർമ്മിക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഓർമ്മ ആ ടൈപ്പ് ഓഫ് എനർജീനെ ക്രിയേറ്റ് ചെയ്യും. വിഷമമുള്ള ഓർമ്മ വിഷമമുള്ളതായിരിക്കുന്ന എനർജീനെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിലെ ഒരു സക്സസ് ആണെങ്കിൽ ആ മൊമെൻറ്റ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈപ്പ് എനർജി നമ്മളുള്ളിൽ നിന്ന് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഭയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയം ഇല്ലാതാക്കാനാന്ന് വിചാരിക്കും എങ്കിൽ ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ നിർഭയനാണ്, ഇത്തരം വാക്കുകൾ നിരന്തരമായിട്ട് പറയുമ്പോൾ ഇനി നിർഭയനേക്കാൾ നല്ല വാക്ക് ധൈര്യശാലിയാണ്. പക്ഷേ ചിലർക്ക് അത് ആ ഒരു ഫീൽഡ് പറയാൻ പറ്റില്ലെങ്കിലൊക്കെ ഞാൻ നിർഭയനും പറയാം, നോ പ്രോബ്ലം. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ആദ്യം അവർക്കൊരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഏതൊരു കാര്യവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, ഒരു ഫീൽ നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വിത്ത് ഫീലിംഗ് ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ, ഞാൻ സക്സസ്ഫുൾ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വിഷൻ നമ്മൾ കാണുമ്പോൾ ആ ആനന്ദവും ആ സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈലി പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നിങ്ങൾ സെൻഡ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണമായിട്ടും അതിന് വേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കും. ഉപബോധ മനസ്സ് അതിനെ സപ്പോർട്ട് ചെയ്ത് പ്ലാനുകളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കും. നമ്മുടെ ശരീരം ആ ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ളതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതായിരിക്കുന്ന പ്ലാനിങ് മനസ്സിൽ വരും, ചിന്തകൾ വരും. അത് ചെയ്തേ തീരൂ എന്ന രീതിയിലേക്ക് സ്വയം നമ്മൾ തന്നെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒരു എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആളാണെങ്കിൽ ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്തു, നല്ല ഹെൽത്തി ആയി എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊന്ന് ഇറങ്ങിയാൽ മതി നമ്മൾ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? കുറച്ചിറങ്ങി കഴിയുമ്പോൾ ഈ തോട്ട് നിരന്തരമായിട്ട് നമ്മളുള്ളിൽ വരുമ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്തേ തീരൂ എന്ന ഒരു ദാഹം നമ്മളുള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ദാഹം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെത്താൻ എക്സസൈസ് ചെയ്തിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും പേഴ്സണാലിറ്റിയിൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാനും പറ്റും.
ഇതേപോലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് പഠിക്കണം, ഇത്ര മാർക്ക് വാങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് കിട്ടാനുള്ളൊരു സാധനം എന്ന് വിചാരിക്കും. എനിക്ക് ആ മാർക്ക് കിട്ടി, ഞാൻ സന്തോഷിച്ചു എന്ന് നിരന്തരം പറയുമ്പോൾ ആ മാർക്ക് വാങ്ങിക്കത്തക്ക രീതിയിൽ പഠിച്ചേ പറ്റൂ എന്ന് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങും. എനിക്ക് ഇങ്ങനെ നല്ലൊരു ജോലി കിട്ടിയതിന് താങ്ക്സ് നമ്മൾ പറയുന്ന സമയത്ത് അത്തരം ഒരു നല്ല ജോലി കിട്ടത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ക്വാളിറ്റി സ്വന്തം ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മറ്റാരുമല്ല നിർബന്ധിക്കുന്നത്, നമ്മളാണ്. വേറെ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മടുപ്പും വെറുപ്പും ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ വന്നേക്കും. പക്ഷെ സ്വയം നമ്മൾ തന്നെ നമ്മളെ നിർബന്ധിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ആ ഒരു അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സീക്രട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഫീലിംഗ് ഇല്ല എങ്കിൽ നിരവധി തവണ പറഞ്ഞ് അതിനെ കണ്ട് ആ ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വിത്ത് ഫീൽ വിത്ത് എനർജി ഒരു വാക്ക് നമ്മളോടൊന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചിരിക്കും. ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ എനർജി നമുക്ക് കൊണ്ട് ഒത്തുചേർന്നിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കാര്യം ചെയ്യാനായിട്ട് പുറപ്പെടുന്ന ഓരോ എനർജിയും ആ രീതിയിലുള്ളതായിരുന്ന വൈബ്രേഷനെ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിന് അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെത്താൻ നമ്മുടെ അടുത്ത് വന്നു ചേരും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ നോക്കിയാൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് കാരണം. അതുകൊണ്ട് മൈൻഡ് സെറ്റിലെ നെഗറ്റിവിറ്റീനെ ഡിലീറ്റ് ചെയ്തേക്കുക, പോസിറ്റിവിറ്റീനെ വെൽക്കം ചെയ്യുക. തന്നെത്താൻ കയറി വരുന്നില്ല എങ്കിൽ പോസിറ്റീവായിട്ടുള്ള വാതിൽ പോയിട്ട് നിരന്തരം മുട്ടുക. എന്ന് വെച്ചാൽ എന്താർത്ഥം? പോസിറ്റീവായിട്ടുള്ള വേർഡ്സിനെ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ വാതിൽ തുറക്കുക. അവിടുന്ന് ആ പോസിറ്റിവിറ്റിയുടെ പ്രവാഹത്തെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നേടിയെടുക്കാനുള്ള ശക്തി അഥവാ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇതിന് മറ്റൊരു ഭാഷയിൽ നമുക്ക് സ്വയം നമ്മളെ തന്നെ അനുഗ്രഹിക്കുക എന്നും പറയാം. മറ്റൊരാളുടെ അനുഗ്രഹം ഒരുപക്ഷെ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ സഫലമായിക്കൊള്ളുന്നില്ല. പക്ഷെ സ്വന്തം അനുഗ്രഹം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നിങ്ങളെ സഫലമാക്കും. അതുകൊണ്ട് അത്തരത്തിൽ സീക്രട്ട് മനസ്സിലാക്കിക്കൊണ്ട് മൈൻഡ് സെറ്റിനെ പ്ലാൻ ചെയ്ത് മൈൻഡ് സെറ്റിന് വേണ്ട തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഊർജം നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ച് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.